ഇതൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഓവനൊന്നും ഇല്ലാതെ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി, ഒരുപാട് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 1/2 കപ്പിൻ്റെ പാത്രത്തിലേക്ക് 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. പകുതി പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും നെയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലിലോ ഉണ്ടാക്കാവുന്നതാണ്. അതും ചേർത്ത് ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് പൊടികൾ അരിച്ച് ചേർത്ത് കൊടുക്കാം. അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല പോലെ തന്നെ ഇതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറിൽ കട്ടയൊക്കെ ഒഴിവാകാനും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാനും ഇതുപോലെ അരിച്ച് ചേർക്കുമ്പോൾ സഹായിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് സമയം എടുത്ത് തന്നെ കുഴച്ചെടുത്തോളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായി കിട്ടും. ഇതൊരല്പം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാനിതിൽ പൊടികൾ ചേർക്കണില്ല, പകരം രണ്ടായിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. 2 ഫ്ലേവറിലാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരു ഭാഗത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കൊക്കോ പൗഡറും കൂടെ വരുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിനുള്ള കൂട്ടായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ പൊടി ചേർക്കാഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പകുതി ചോക്ലേറ്റ് ഫ്ലേവറിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്, ബാക്കിയുള്ള പകുതി വാനില ഫ്ലേവറിലാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതും പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം വാനില ഫ്ലേവറിലുള്ള ഒരു ഉരുള എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ കുഴക്കട്ടക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലേക്കായിട്ട് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ആ ഒരു ഉരുള കൂടി വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നും കൂടെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നടുവേ മുറിച്ച് ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തയ്യാറാക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് കത്തിയുടെ ബാക്ക് ഭാഗം ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നെയ്യ് തടവി ഇതുപോലെ ഗോതമ്പ് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പകരം ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുക്കാം. അതിലേക്ക് ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓവൻ സെറ്റപ്പാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരല്പം വലിയ അലുമിനിയം പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നല്ലപോലെ പ്രീഹീറ്റ് ചെയ്ത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറി വരുമ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്, അതും ഓവനില്ലാതെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണം.